Welcome back to Livino. ഇനി നമ്മൾ മെഡിക്കൽ ഇമേജിംഗ് ടെക്നിക്സ് എന്നുള്ള കുറച്ച് MCQ questions ആണ് നോക്കുന്നത്. Okay. First question, CT is a golden standard for. So CT scan, it is a golden standard for ഏതൊക്കെയാണ് ഓപ്ഷൻസ് നോക്കാം. Cervical spine, spinal cord disorders, bone fractures, soft tissues. നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ which is the best current test or procedure എന്നുള്ളതാണ്. അത് ആൻഡ് ഇറ്റ് ക്യാൻ ചേഞ്ച്. ഓക്കെ, പുതിയ ടെക്നോളജീസ് വരുമ്പോൾ അത് മാറും. ഒരു പർട്ടിക്കുലർ കണ്ടീഷനിൽ നമ്മൾ ഏത് പ്രൊസീജിയർ ആണ് ഏറ്റവും സ്യൂട്ടഡ് എന്നുള്ളതാണ് ഈ ഗോൾഡൻ സ്റ്റാൻഡേർഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ CT ആൻജിയോഗ്രഫി എന്ന് പറയുന്നത് ഇപ്പോൾ കൊറോണറി ആർട്ടറി ഡിസീസസ് ഒക്കെ നമ്മൾ CT ആൻജിയോഗ്രഫി ചെയ്യും. നോർമലി നമ്മൾ കിഡ്നി സ്റ്റോൺസിനും CT സ്കാൻ ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് ആയിട്ട് പറയാറുണ്ട്. അതേപോലെ തന്നെ ചെസ്റ്റ് ഇമേജിങ്ങിലും ഇപ്പൊ അത് ഗോൾഡ് സ്റ്റാൻഡേർഡ് ആയിട്ട് പറയുന്നുണ്ട്. So from the options, cervical spine, spinal cord disorders, bone fractures, soft tissues. അപ്പൊ ഇതിന് from the options നമുക്ക് bone fractures ആണ് പറയാനുള്ളത്. So option C is the correct answer. Next one, which of the following is used to evaluate arteries and veins? Arteriesum veinsum evaluate ചെയ്യാനായിട്ട് ഏതാണ് യൂസ് ചെയ്യുക? X-ray, CT, MRI, angiography. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്കും നമ്മൾ ഓരോന്നിന്റെയും ആപ്ലിക്കേഷൻ ലെവലിൽ പഠിക്കണം. ഏതിലാണെന്നുള്ളത് പഠിച്ചു കഴിഞ്ഞാലേ നമുക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഫോർ ആർട്ടറീസ് ആൻഡ് വെയിൻസ് surely it is angiography, option D. Next one, a patient came with a local trauma. We suspect bone fracture. Which imaging testing should be used? അപ്പോൾ ഒരു ലോക്കൽ ട്രോമയാണ്, ബോൺ ഫ്രാക്ചർ ആണ് സസ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഏത് ഇമേജിംഗ് ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്? സോ എക്സ്റേ, CT, MRI, ആൻജിയോഗ്രഫി 4 ഓപ്ഷൻസ് ആണുള്ളത്. അപ്പോൾ ബോൺ സ്ട്രക്ചേഴ്സ് നമുക്ക് ക്ലിയർലി വിസിബിൾ ആവുന്നത് അല്ലെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നത് ഇറ്റ് ഈസ് യൂസിങ് എക്സ്റേ. ഓപ്ഷൻ A ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, എ 25-year-old man had a horrific car accident. The physician suspects multiple fractures. Which of the following imaging test should he order? Multiple fractures ആണ്. സോ ഇതിലെ ഏതാണ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഏത് ടെസ്റ്റ് ആണ് സജസ്റ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. എക്സ്റേ, CT, MRI, ആൻജിയോഗ്രഫി. സോ മൾട്ടിപ്പിൾ ഫ്രാക്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഇപ്പം വിച്ച് മീൻസ് നമുക്ക് ഡിഫറെന്റ് ആംഗിളിൽ അനലൈസ് ചെയ്യേണ്ടി വരും. സോ അങ്ങനെയുള്ള എമർജൻസി സിറ്റുവേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് CT സ്കാൻ തന്നെയാണ്. ഓക്കെ, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫ്രാക്ചേഴ്സും ഒക്കെ നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റുന്നത് നമുക്ക് CT സ്കാനിലാണ്. സോ ഓപ്ഷൻ B is the correct answer. Next one, which of the following diagnostic modalities that provides a very detailed diagnostic picture without the use of ionizing radiation? Very important question. നമുക്ക് ഇതിൽ ഏത് ടെക്നിക്കാണ് നമുക്ക് അയണൈസിങ് റേഡിയേഷൻ അധികം ഇല്ലാതെ അല്ലെങ്കിൽ അത് അയണൈസിങ് റേഡിയേഷൻ ഇല്ലാതെ നമുക്ക് ഡയഗ്നോസ്റ്റിക് പിക്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇപ്പൊ എക്സ്റേ, CT, MRI, ആൻജിയോഗ്രഫി ആൻഡ് ഇറ്റ് ഈസ് മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് MRI. Okay, it creates diagnostic images without using harmful radiations. Harmful radiations വരുന്നില്ല. ഇപ്പൊ നമ്മൾ MRI പഠിക്കുമ്പോൾ പഠിച്ചതിന്റെ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്, റേഡിയോ വേവ്സ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ സോഫ്റ്റ് ടിഷ്യൂസിലെ ബോൺസ്, ലെഗമെന്റ്സ്, കാർട്ടിലേജ് ഇതിന്റെയൊക്കെ തന്നെ ഇമേജസ് നമ്മൾ ഡീറ്റെയിൽഡ് ഇമേജസ് കിട്ടാനായിട്ട് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അയണൈസിങ് റേഡിയേഷൻ ഉണ്ടാവില്ല. സോ കറക്റ്റ് ആൻസർ ഈസ് MRI. Next one, which of the following can be detected by X-ray? X-ray വെച്ച് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന ഏതാണ്? സ്പൈനൽ കർവേച്ചർ, സ്കോലിയോസിസ്, മോഡറേറ്റ് ഓസ്റ്റിയോപോറോസിസ്, ഓൾ ദ എബോവ്. സോ ഇതിൽ പറഞ്ഞിട്ടുള്ള എല്ലാം തന്നെ നമുക്ക് എക്സ്റേ വെച്ച് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഓൾ ദ എബോവ് എന്നുള്ളത് നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് കൊടുക്കാം. Next one, a patient suspected to have a cerebral tumor. Which of the following is best to confirm the diagnosis? Cerebral tumor ആണ്. അപ്പൊ ഇതിൽ ഏതാണ് യൂസ് ചെയ്യാന്നുള്ളതാണ്. സോ ആസ് ഇറ്റ് ഈസ് എ cerebral tumor, we have to go for MRI. MRI will be the best option. So X-ray, CT, MRI, angiography 4 ഓപ്ഷൻസിൽ നിന്ന് we can choose MRI. Next one, which of the following is a gold standard for assessing soft tissue injury? അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മൾ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്താന്നുള്ളത് പറഞ്ഞത് ബെസ്റ്റ് സ്യൂട്ടഡ് ഏതാണെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സോ സോഫ്റ്റ് ടിഷ്യൂസ് ആക്സസ് ചെയ്യാനായിട്ട് നമുക്ക് MRI ആണ്, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ എക്സ്റേ, CT, MRI, ആൻജിയോഗ്രഫി 4 ഓപ്ഷൻസിൽ നിന്നും we can go for option C, MRI.
Next one, which of the following is the first diagnostic image in local minor trauma cases? Local minor trauma cases le ഏതാണ് ആദ്യം ഫസ്റ്റ് ഡയഗ്നോസ്റ്റിക് ഇമേജിംഗ് ഏതായിരിക്കും എന്നുള്ളതാണ്. And it is X-ray. X-ray ആയിരിക്കും നമ്മളെ ഫസ്റ്റ് ഡയഗ്നോസ്റ്റിക് ഇമേജിംഗ് എന്ന് പറഞ്ഞ X-ray തന്നെയായിരിക്കും. So correct answer is X-ray. And last question, what imaging modality is commonly used to assess gallbladder pathology such as gallstones? Gallstones ഒക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാനും അത് മോണിറ്റർ ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? MRI, ultrasound, CT scan and X-ray. And it is ultrasound scanning. Option B is the correct answer. So 10 questions ആണ് നമ്മൾ നോക്കിയത്. അപ്പോൾ മെയിൻ ആയിട്ടും ഓരോ ഇമേജിംഗ് ടെക്നിക്കിന്റെയും ആപ്ലിക്കേഷൻ നല്ല രീതിയിൽ നമ്മൾ മനസ്സിലാക്കി വെക്കാം. So thank you.